ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വയറിങ്ങിലാണെങ്കിലും പ്ലംബിങ്ങിലാണെങ്കിലും പുതിയ പുതിയ ഐറ്റംസ് പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴാണ് ഒന്നുകൂടി പണിയോട് കുറച്ച് പ്രൊഫഷണൽ ആവുക. അപ്പോൾ അതേപോലത്തെ ഒരു ഐറ്റമാണ് ഇലക്ട്രിക്കൽ ഉപയോഗിക്കുന്ന നമ്മളെ MCB അല്ലെങ്കിൽ സ്വിച്ച് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്രംബിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സോക്കറ്റും അതിൻ്റെ ടൂളാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ചോദിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ആയിരിക്കും. റേറ്റ് ഏകദേശം രണ്ടിനും പാടെ വന്നിരിക്കുന്നത് എനിക്ക് 1390 റുപ്യ, 1400 കേട്ടോ രണ്ടിനും പാടെ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും പാടെ എടുത്തുകൊണ്ട് ഒരു ഓഫർ കിട്ടിയെന്ന് മാത്രം. അല്ലെങ്കിൽ സെപ്പറേറ്റ് എടുക്കുമ്പോൾ ഒരു 1800 വരും നമ്മൾ ടോട്ടൽ കണക്കാക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇത് കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ക്രമി സോക്കറ്റിൻ്റെ ടൂള് കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് MCBs അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. സ്വിച്ചിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഐറ്റംസ് വേണ്ടി വരും. ഇത് 1200 വരുന്ന ഒരു പീസാണ്. അതായത് 1200 ക്രംബിംഗ് സോക്കറ്റ് വരുന്ന ഒരു ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1700 ഉണ്ട്, 1800 ഉണ്ട്, 2000, 5000 അങ്ങനെ പല റേറ്റിലുള്ള സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് അധികം ഷോപ്പിൽ പോയ സംഭവം കിട്ടില്ല, ഓൺലൈനിലാണ് കിട്ടുക. അപ്പോൾ നമ്മളിത് പർച്ചേസ് ചെയ്തിട്ട് സപ്ലൈ ചെയ്യാനുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് നമ്മൾ സപ്ലൈ ചെയ്യാനുള്ളൊരു ഉദ്ദേശമുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 1mm വയറിൽ ജസ്റ്റ് ഒന്ന് ക്രംബ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഒരു സാധാരണ രീതിയിൽ ഇടുന്ന പോലെ ഇപ്പോൾ ഞാൻ 1.5 ക്രംബിൻ സോക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം ആയൊരു കുറച്ച് തപ്പലുണ്ടായിരുന്നു. ആ ബ്ലൂ കാണുന്നത് 1.5 വയറിൽ ഇടുന്ന സോക്കറ്റാണ്. കുഴപ്പമൊന്നുമില്ല, 1mm ഇട്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ ജസ്റ്റ് ഒരു ക്ലിപ്പാണ്. അത് ഒരു പ്രസ്സിങ് ചെയ്യുമ്പോൾ തന്നെ ഒരു സൗണ്ട് വരും. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് അത് ബൾജായി നിൽക്കും. ഇത് ഊരി അങ്ങനെ വലിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നീട് അത് കട്ട് ചെയ്ത് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി നമുക്ക് കറക്റ്റ് 1mm അത് കറക്റ്റായിട്ട് സോക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമുക്ക് ഇതിൽ ബ്ലാക്കാണ് 1mm കറക്റ്റായിട്ട് സൂട്ടായിട്ട് വരും കേട്ടോ. കറക്റ്റായിട്ട് ഇടുന്ന സമയത്ത് തന്നെ കറക്റ്റ് ആ കോപ്പർ കറക്റ്റ് ലെവലിൽ തന്നെ ആ ഹോളിലേക്ക് പോകും. അത് സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ക്രംബ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ അത് ലോക്കാവും. പിന്നെ നമ്മൾ സാധാരണ ക്രംബിങ്സ് ചെയ്യുന്ന പോലെ തന്നെയാണ്, അവിടുന്ന് ഊരിപ്പോരില്ല. അപ്പോൾ ഇതെന്തിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ രീതിയിൽ DB ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് MCB നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്താലും കുറച്ച് ഭാഗം കോപ്പറിൻ്റെ ഭാഗം നമ്മൾ MCBൻ്റെ മുകൾ ഭാഗത്ത് പൊങ്ങി നിൽക്കും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ DB ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ടൂള് വെച്ചിട്ടായിരിക്കും അവർ അത് ഡ്രസ്സ് ചെയ്യുക. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് ഭംഗി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വർക്ക് നമുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി പ്രൊഫഷണലായിട്ടും അതേപോലെ നമുക്ക് ഇത് സോക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഈ MCBൻ്റെ മുകളിൽ കൂടി വയറ് കാര്യങ്ങളൊന്നും അധികം പുറത്തേക്ക് സ്ലീവ് കളഞ്ഞ് നിൽക്കേണ്ട ആവശ്യമൊന്നും വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ടൂള് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇനി ഓരോ വർക്കിനും ഓരോ സംഭവങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തൊരു ടൂൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയിരിക്കുന്ന സംഭവം. ജസ്റ്റ് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇതാണ് 1200 പീസ് വരുന്ന ക്രമ്മി സോക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ MM-ലും ഈ കറക്റ്റായിട്ടുള്ള പീസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ ഏറ്റവും കമ്മിയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ 250 പീസ് വെച്ചിട്ട് തന്നിട്ടുണ്ട്. 2-3 വലിപ്പമുള്ള ഐറ്റം മാത്രമേ 50, 25 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഗ്രേയും ഈ കാണുന്ന ഈ 3 കളറാണ്, റെഡ്, യെല്ലോ, ഗ്രേ. ഈ കളർ മാത്രമാണ് കുറച്ച് കമ്മിയായിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ 250 പീസിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന ഈ 2 ഐറ്റം ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇത് ടെലിഫോണ് അങ്ങനത്തെ നെറ്റിൻ്റെ കേബിള് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമുക്ക് Cat 6 പോലത്തെ വയറുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം കേട്ടോ. ഇത് അധികം നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. ഈ കാണുന്ന പീസുകളാണ് നമുക്ക് വേണ്ട സംഭവങ്ങൾ. അപ്പോൾ ഇത് 0.75 അതായത് 1mm ചെറിയൊരു വയർ വരുന്നുണ്ട്, അതിൽ കൊടുക്കുക. 1mm, 1.5, 2.5, 4mm, 6mm ആ ലെവലിലാണ് വയറിൻ്റെ ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ MCB അല്ലെങ്കിൽ ഈ സ്വിച്ച് ബോർഡിലൊക്കെ കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കൊരു ബൾക്കായിട്ട് എടുത്തിട്ട് സപ്ലൈ ചെയ്യാനുള്ളൊരു ഇത് വരുന്നുണ്ട്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് നമ്മൾ സപ്ലൈ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിൽ കറക്റ്റായിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ടൂള് അത്യാവശ്യം ഹെവി ടൂളാട്ടോ. നല്ല 700 ചില്ലാ റുപ്യേൻ്റെ അടുത്ത് വരുന്ന ടൂളാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഹെവിയാണ്. കാണാനും കുറച്ചും കൂടി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നോക്കിയിട്ടാണ് ആമസോണിൽ നിന്ന് ഇത് എടുത്തത്. അപ്പോൾ ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇതിന് കമ്പനി എന്ന് പറയാൻ പറ്റില്ല, ഇതേപോലെ ഒരു സംഭവമാണ് HSC C8 എന്നൊക്കെ ഒരു കമ്പനി അല്ല കേട്ടോ. ഇത് എന്തോ ഒരു പേര് അടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കമ്പനിയുടെ പേരൊന്നും നമുക്ക് കണ്ടില്ല. നമ്മൾ അതിൽ വെച്ചിട്ട് അതിൽ എൻക്വയറിയും കാര്യങ്ങളും അതിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിയവരൊക്കെ കുറച്ച് നല്ല അഭിപ്രായം അതിൽ കൊടുത്തുകൊണ്ട് മാത്രമാണ് നമ്മളിത് വാങ്ങിയത്.
അപ്പോൾ ഇതിന് 700 ചില റുപ്യേൻ്റെ അടുത്ത് ആയിക്കണു. നിങ്ങൾക്ക് ഇതെങ്ങനെ വാങ്ങി നിങ്ങൾ നാട്ടിലുണ്ടോ, അവൈലബിൾ ആണോ, ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.